എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിത മഹേശ്വരൻ. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണത്തിൻ്റെ ബാലകാണ്ഡത്തിലെ 12ാമത്തെ സർഗം നമ്മൾ ആരംഭിക്കുകയാണ്. 12ാമത്തെ സർഗം വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ ബാലകാണ്ഡത്തിലെ തന്നെ 8ാമത്തെ സർഗത്തിൻ്റെ വലിയൊരു ആവർത്തനം ഇതിൽ കാണാൻ പറ്റും. പല ശ്ലോകങ്ങളും അതേപടി അതുപോലെ തന്നെ ഇങ്ങോട്ട് പകർത്തിയേക്കാണ്. വളരെ കുറച്ച് വ്യത്യാസങ്ങൾ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഇന്ന് 1 മുതൽ 10 വരെയുള്ള ശ്ലോകങ്ങൾ നമുക്ക് പഠിക്കാം. ആകെ 22 ശ്ലോകമേ ഉള്ളൂ. അടുത്ത ദിവസം 11 മുതൽ 22 വരെ ഉള്ള ശ്ലോകങ്ങൾ പഠിക്കുമ്പോൾ ഈ ഒരു സർഗം തീരും. ഈ ഭാഗങ്ങളൊക്കെ ആവണം രാമായണത്തിൽ ആവർത്തനമായിട്ട് അല്ലെങ്കിൽ മറ്റാരെങ്കിലും ചേർത്ത് വച്ചതായിട്ട് തോന്നണത്. സാധാരണഗതിയിൽ പുരാണങ്ങളെ ചരിത്രമൊക്കെ വായിച്ചു നോക്കിയാൽ 24,000 ശ്ലോകമേ പാടുള്ളൂ എന്നുള്ളത്. അങ്ങനെയാണ് രാമായണത്തിൻ്റെ ഒരു ഘടന. 24,000 ശ്ലോകങ്ങളേ ഉള്ളൂ. പക്ഷേ ഈ ഒരു സർഗമൊക്കെ എടുത്ത് നോക്കിയാൽ അത് വെറുതെ അങ്ങനെ ഒരു സർഗം കിടന്നോട്ടെ, ആരാണത് അങ്ങനെ ചെയ്യണതെന്നറിയില്ല, എന്നാലും അങ്ങനെ വെറുതെ ചേർത്ത് വെച്ചതായിട്ട്, പ്രത്യേകിച്ച് യാതൊന്നും പറയാനില്ലാത്തതായ ഒരു ഭാഗമാണ്. പക്ഷേ 12ാമത്തെ സർഗം എന്ന് പറഞ്ഞിട്ട് രാമായണത്തിൽ കൊടുത്തിട്ടുള്ളത് കൊണ്ട് നമുക്ക് വായിക്കാതിരിക്കാനും പറ്റില്ല എന്നുള്ളത് കൊണ്ട് ഓടിച്ചു വായിച്ചു പോകണമെന്നേ ഉള്ളൂ. ഈ കാര്യങ്ങൾ മുഴുവനും 8ാമത്തെ സർഗത്തിൽ പറഞ്ഞ തന്നെയാണ്. നമുക്ക് 1ാമത്തെ ശ്ലോകം നോക്കാം. തതഃകാലേ ബഹുതിഥേ കസ്മിംശ്ചിത് സുമനോഹരേ വസന്തേ സമനുപ്രാപ്തേ രാജ്ഞോ യഷ്ടും മനോഭവത്. അപ്പോൾ ഇവിടെ പറയുകയാണ്, അങ്ങനെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഋഷിശൃംഗൻ തൻ്റെ അയോധ്യയിലേക്ക് വന്നു. അങ്ങനെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ബഹുതിഥേ കാലേ, അങ്ങനെ കുറച്ച് ദിവസം കടന്നു പോയപ്പോൾ കസ്മിംശ്ചിത് സുമനോഹരേ വസന്തേ സമനുപ്രാപ്തേ, നല്ല സുന്ദരമായിട്ടുള്ളൊരു വസന്തകാലം വന്നു ചേർന്നപ്പോൾ രാജ്ഞഃ യഷ്ടും മനഃ അഭവത്, രാജാവിന് യാഗം ചെയ്യാം എന്നൊരു തോന്നൽ തോന്നി. അപ്പോൾ ഈ പറഞ്ഞതിൽ നിന്നൊക്കെ വ്യത്യാസമായി. കഴിഞ്ഞ ദിവസം പറഞ്ഞ് വന്നത് ഋഷിശൃംഗനെ കൊണ്ടുവന്നു, യാഗം ആരംഭിക്കാൻ പോവുകയാണെന്നൊക്കെയാണ്. പക്ഷേ ഇവിടെയും വരുന്നുണ്ട്, ഋഷിശൃംഗനെ പറ്റിയിട്ടുള്ള പരാമർശങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ രാജാവിന് തോന്നിയ കാര്യങ്ങൾ, രാജാവിൻ്റെ വിഷമങ്ങളൊക്കെ പിന്നെയും ആവർത്തിച്ച് പറയുക ചെയ്യണത്. എന്നിട്ട് അതിനുശേഷം എന്താ ഉണ്ടായത്? അപ്പോൾ വസന്തകാലം വരണത് വരെ കാത്തിരുന്നു എന്ന പോലെയാണ് പറയണത്. അടുത്ത സർഗം തുടങ്ങുമ്പോഴും വസന്തകാലത്തിൻ്റെ കാര്യം പറയുന്നുണ്ട്. തതഃ പ്രണമ്യ ശിരസാ തം വിപ്രം ദേവവർണിനം യജ്ഞായ വരയാമാസ സന്താനാർത്ഥം കുലസ്യ ച. അങ്ങനെ ആ ഒരു നല്ല നേരവും നല്ല കാലമൊക്കെ നോക്കിയിട്ട് രാജാവ് എന്ത് ചെയ്തു? തതഃ, അതിനുശേഷം തം ദേവവർണിനം വിപ്രം സന്താനാർത്ഥം കുലസ്യ ച യജ്ഞായ വരയാമാസ. ഈ ഋഷ്യശൃംഗനെ രാജാവ് ഏറ്റവും വലിയ പുരോഹിതനായിട്ട് വരയാമാസ വരിച്ചു. അതായത് ഈ യാഗം മുഴുവനും ഇനി ചെയ്യേണ്ടത് ഈ പുരോഹിതൻ്റെ അഥവാ ഋഷ്യശൃംഗൻ്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ്. അങ്ങനെ മുഖ്യ കാർമ്മികനായിട്ട്, പുരോഹിതനായിട്ട് ഋഷ്യശൃംഗനെ രാജാവ് ക്ഷണിക്കുകയും ചെയ്തു. അതാണ് പറഞ്ഞത്, ദേവവർണിനം, ദേവന്മാർക്ക് തുല്യനായിട്ടുള്ള ആ വിപ്രനെ, ആ ബ്രാഹ്മണനെ ശിരസാ പ്രണമ്യ, ശിരസ്സു കുനിച്ച് നമസ്കരിച്ചുകൊണ്ട് ദശരഥൻ എന്തു ചെയ്തു? സന്താനാർത്ഥം കുലസ്യച, സന്താനങ്ങൾക്ക് വേണ്ടിയിട്ടും അതോടൊപ്പം തന്നെ കുലപരമ്പര നിലനിർത്തുന്നതിനു വേണ്ടിയിട്ടും യജ്ഞായ വരയാമാസ, യജ്ഞത്തിനായിട്ട് വരണം ചെയ്തു, യജ്ഞത്തിന് അതിനായിട്ട് മുഖ്യ പുരോഹിതനായിട്ട് നിയമിച്ചു എന്നർത്ഥം. എന്നിട്ട് 3ാമത്തെ ശ്ലോകം നോക്കാം. തഥേതി ച സ രാജാനമുവാച വസുധാധിപം സംഭാരാ സംഭ്രിയന്താം തേ തുരഗശ്ച വിമുച്യതാം. തഥേതി, അങ്ങനെ ആവട്ടെ എന്ന് ഈ ഋഷ്യശൃംഗൻ രാജാവിനോട് പറഞ്ഞിട്ട്, തഥേതി സ രാജാനം ഉവാച വസുധാധിപം രാജാനം ഉവാച, അപ്രകാരമാവട്ടെ, അതായത് യാഗം ഞാൻ ആയിട്ട് എൻ്റെ മുഖ്യ പുരോഹിതത്വത്തിൽ തന്നെ ഞാൻ ചെയ്തു തീർത്ത് തരാം, അങ്ങനെ ആവട്ടെ എന്ന് അനുഗ്രഹിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ എന്തു പറഞ്ഞു? സംഭാരാ സംഭ്രിയന്താം തേ തുരഗശ്ച വിമുച്യതാം, യാഗത്തിനു വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും ചെയ്തു വച്ചോളൂ, ഒപ്പം തന്നെ കുതിരയെയും അഴിച്ചു വിട്ടോളൂ. കുതിരയെ അശ്വമേധയാഗത്തിന് അങ്ങനെയാണല്ലോ, കുതിര അങ്ങനെ പോകണം, കൂടെ പട്ടാളക്കാർ അല്ലെങ്കിൽ ഭടന്മാരൊക്കെ പോകണം. ആരാണോ കുതിരയെ പിടിച്ച് നിർത്തുന്നത് അവരുമായിട്ട് യുദ്ധം ചെയ്യണം, അവരെ തോൽപ്പിക്കണം, അവരിൽ നിന്ന്
യാഗം ചെയ്യാനുള്ളതായിട്ടുള്ള പണം പിരിക്കണം. ഇങ്ങനെയൊക്കെയുള്ള, അല്ലെങ്കിൽ അവരിൽ നിന്ന് വസ്തുവകകൾ സമാഹരിക്കണം. ഇങ്ങനെ, അല്ലെങ്കിൽ തോൽപ്പിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ നിന്നും യാഗം ചെയ്യാനുള്ള സഹായങ്ങൾ ലഭിക്കുമാറാക്കണം. ഇങ്ങനെയുള്ള പ്രവൃത്തികളൊക്കെ തുടങ്ങട്ടെ എന്ന് ഋഷ്യശൃംഗൻ ദശരഥനോട് പറയുകയാണ് ചെയ്തത്. അതുമാത്രമല്ല, ഈ വരികളൊക്കെ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് 8ാമത്തെ സർഗത്തിൽ. ഇതിപ്പോൾ ഋഷ്യശൃംഗൻ പറയണത് പോലെ ആവർത്തിക്കുക ചെയ്യണത്. അതാണ് 4ാമത്തെ ശ്ലോകം. സരയ്വാശ്ചോത്തരേ തീരേ യജ്ഞഭൂമിർവിധീയതാം തതോ ബ്രവീന്ദ്രപോ വാക്യം ബ്രാഹ്മണാൻ വേദപാരകാൻ സുമന്ത്രാവാഹയ ക്ഷിപ്രമൃത്യുജോ ബ്രഹ്മവാദിന സുയജ്ഞം വാമദേവം ച ജാബാലിമഥ കാശ്യപം പുരോഹിതം വസിഷ്ഠം ച യോജാന്യേ ദ്വിജസത്തമാ തത സുമന്ത്രസ്ത്വരിതം ഗത്വാ ത്വരിത വിക്രമ. അവിടെ ഒന്നും നിൽക്കണില്ല, അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എന്താ പറയണതെന്നുണ്ടെങ്കിൽ 4ാമത്തെ ശ്ലോകത്തിൽ പറയാണ്, എവിടെയാണ് യാഗം നടത്തേണ്ടത്? സരയുവാഹ ഉത്തരേ തീരെ യജ്ഞഭൂമി വിധീയതാം. ഇതാദ്യം പറഞ്ഞതാണ്. സരയൂ നദിയുടെ വടക്ക് ഭാഗത്തുള്ള തീരത്ത് യാഗശാല ഒരുക്കണം. ഈ കാര്യങ്ങളൊക്കെ രാജാവ് ബ്രാഹ്മണരോട്, വേദപാരകന്മാരായിട്ടുള്ള ബ്രാഹ്മണരോട് പറയാണ്. അതാണ് തതോ ബ്രവീന്ദ്രപോ വാക്യം ബ്രാഹ്മണാൻ വേദപാരകാൻ. വേദങ്ങൾ മുഴുവനും അരച്ച് കലക്കി കുടിച്ചിട്ടുള്ളവരായ ബ്രാഹ്മണരോടായിട്ട് നൃപ വാക്യം അബ്രവീത്. നൃപൻ, രാജാവ് ഈ വാക്യങ്ങൾ പറഞ്ഞു. അതായത് ഇതൊക്കെ ആദ്യം കണ്ടത് തന്നെയാണ്. സരയൂ നദിയുടെ വടക്കേ തീരത്ത് യാഗശാല നിർമ്മിക്കുമാറാകട്ടെ, അവിടെ നിർമ്മിക്കണം. അതോടൊപ്പം തന്നെ കുതിരയെ അഴിച്ചുവിടുകയും വേണം എന്നുള്ളതൊക്കെ അവരോട് പറയാണ്. ഇനി മന്ത്രിമാരോടൊക്കെ വരാൻ പറയാണ്. സുമന്ത്ര ആവാഹയ ക്ഷിപ്രമൃത്യുജോ ബ്രഹ്മവാദിന. സുമന്ത്ര ആവാഹയ, അല്ലയോ സുമന്ത്രരെ, എല്ലാ ബ്രാഹ്മണരെയും എല്ലാ ഋത്വിക്കുകളെയും എല്ലാ മന്ത്രിമാരെയും ആവാഹനം ചെയ്യൂ, കൊണ്ടുവരൂ എന്ന് പറയുകയാണ് ചെയ്യണത്. അത് വേഗം വേണം. ക്ഷിപ്രം ഋത്വിജ, ബ്രഹ്മവാദിന ഋത്വിജ. അതുപോലെ തന്നെ സുയജ്ഞൻ, വാമദേവൻ, ജാബാലി, കാശ്യപൻ, പുരോഹിതനായിട്ടുള്ള വസിഷ്ഠൻ തുടങ്ങിയിട്ടുള്ളതായ, അതാണ് 5ാമത്തെ 6ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. തുടങ്ങി പ്രമുഖന്മാരായിട്ടുള്ള ദ്വിജസത്തമന്മാർ ആരൊക്കെയുണ്ടോ അവരെ മുഴുവനും തന്നെ, അല്ലയോ സുമന്ത്രരെ, വേഗം തന്നെ കൊണ്ടുവരൂ എന്ന് ക്ഷണിച്ചപ്പോൾ, എന്ന് പറഞ്ഞു നിർത്തിയപ്പോൾ സുമന്ത്രർ എന്ത് ചെയ്തു? തത സുമന്ത്രസ്ത്വരിതം ഗത്വാ ത്വരിത വിക്രമ സമാനയത് സതാൻ സർവാൻ സമസ്താൻ വേദപാരകാൻ. തത, അതിനുശേഷം, ഇത് 6ാമത്തെ ശ്ലോകത്തിൻ്റെ 2ാമത്തെ വരിയും 7ാമത്തെ ശ്ലോകത്തിൻ്റെ ആദ്യത്തെ വരിയും കൂട്ടിച്ചേർത്തിട്ടാണ് അർത്ഥം പറയുന്നത്. അതിനുശേഷം സുമന്ത്രര് വേഗം തന്നെ ചെന്നിട്ട്, ത്വരിത വിക്രമനായിട്ടുള്ള നല്ല മിടുക്കുള്ള കഴിവുറ്റവനായ ആ സുമന്ത്രര് വേഗം തന്നെ ചെന്നിട്ട് താൻ സർവാൻ സമസ്താൻ വേദപാരകാൻ സമാനയത്, എല്ലാവരെയും യാഗ സംബന്ധികളായിട്ട് പ്രവർത്തിക്കുന്നവരായിട്ടുള്ള എല്ലാവരെയും തന്നെ, മന്ത്രിമാരുണ്ടാവും, ഋത്വിക്കുകളുണ്ടാവും, അതല്ലാത്ത ബ്രാഹ്മണരുണ്ടാവും, എല്ലാവരെയും തന്നെ ക്ഷണിച്ച് കൊണ്ടുവരികയാണ് ഉണ്ടായത്. ദശരഥൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. താൻ സർവാൻ സമസ്താൻ വേദപാരകാൻ സമാനയത്. എന്നിട്ട് രാജാവ് എന്ത് ചെയ്തു? താൻ പൂജയിത്വാ ധർമാത്മാ രാജാ ദശരഥസ്തദാ ധർമാർത്ഥസഹിതം യുക്തം ശ്ലക്ഷ്ണം വചനമബ്രവീത്. അവരോട് താൻ പൂജയിത്വ, അവരോട് വേണ്ടതുപോലെ അവർക്ക് വേണ്ടത്ര പൂജകളൊക്കെ ചെയ്തിട്ട് വന്ന എല്ലാവരെയും പൂജിച്ച് ആരാധിച്ച് ബഹുമാനിച്ചിട്ട് ധർമാത്മാവായിട്ടുള്ള ആ ദശരഥൻ ഇപ്രകാരം പറഞ്ഞു. എന്താ പറയണത്? ധർമാർത്ഥസഹിതം യുക്തം ശ്ലക്ഷ്ണം വചനം അബ്രവീത്. ഈ വരികളൊക്കെ അവിടെ പറഞ്ഞതാണ്. ധർമ്മവും അർത്ഥവും ചേർന്നതും വളരെ ലളിതവും മധുരവുമായിട്ടുള്ള വാക്കുകളാണ് അവരോട് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു സർഗത്തിൽ ഒരു വ്യത്യാസം വന്നത് എന്താണെന്നുണ്ടെങ്കിൽ ഋഷ്യശൃംഗൻ വന്നിട്ടുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം പഴയ 8ാമത്തെ സർഗത്തിലെ വാക്യങ്ങളൊക്കെ തന്നെയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിമറിച്ച് വേറെ ഒരു സർഗം ഉണ്ടാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ പറയാണ്, മമ താതപ്യമാനസ്യ പുത്രാർത്ഥം നാസ്തി വൈ സുഖം. ഈ ധർമാർത്ഥ സഹിതമായിട്ടുള്ള വാക്യം ഇതായിരുന്നു. ഞാൻ പുത്രനുണ്ടാവണമെന്ന് തപിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് എനിക്ക് ഇതുവരെ മക്കളുണ്ടായിട്ടില്ല. 8ാമത്തെ സർഗത്തിൽ പുത്രാർത്ഥം ലാലപ്യമാനസ്യ എന്ന് പറഞ്ഞു. ഇവിടെ പറയണത് താതപ്യമാനസ്യ എന്നാണ്. തപിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സ് വല്ലാതെ വെന്തുരുക,
മക്കൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതിൻ്റെ ദുഃഖം കൊണ്ട് വെന്തുരുകിക്കൊണ്ടിരിക്കുന്ന എനിക്ക് പുത്രാർത്ഥം താതപ്യമാനസ്യ മമ സുഖം നാസ്തി വൈ. എനിക്ക് യാതൊരു തരത്തിലും സുഖമില്ല. മനസ്സിന് എന്തൊക്കെ സന്തോഷങ്ങളുണ്ടെങ്കിലും അതിൻ്റെ അപ്പുറത്ത് കുട്ടികളില്ലല്ലോ എന്നുള്ള വല്ലാത്തൊരു വ്യഥ എന്നെ കയറി പിടിക്കുന്നു. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? 9ാമത്തെ ശ്ലോകത്തിൽ പറയാണ്, പുത്രാർത്ഥം ഹയമേധേന യക്ഷ്യാമീതി മതിർമമ തദഹം യഷ്ടുമിച്ഛാമി ഹയമേധേന കർമ്മണ. പ്രത്യേകിച്ച് ഒന്നും പറയണില്ല, ആവർത്തനം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് മക്കൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഞാൻ ഹയമേധം അശ്വമേധയാഗം ഇതാ ചെയ്യാൻ പോകുന്നു. ഋഷിപുത്രപ്രഭാവേണ കാമാൻ പ്രാപ്സ്യാമി ചാപ്യഹം തദസദ്വിധി തദ്വാക്യം ബ്രാഹ്മണ പ്രത്യപൂജയൻ. ഈ ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ സർഗത്തിൽ കാണാത്തതാണ്, 8ാമത്തെ സർഗത്തിൽ ഇല്ലാത്തതാണ്. ദശരഥൻ പറയാണ്, ഋഷിപുത്രപ്രഭാവേണ, ഋഷിപുത്രനായിട്ടുള്ള ഋഷ്യശൃംഗൻ്റെ കഴിവ് കൊണ്ട്, പ്രഭാവം കൊണ്ട്, അഹം കാമാൻ പ്രാപ്സ്യാമി, ഞാൻ എൻ്റെ ഇഷ്ടങ്ങളെ പ്രാപിക്കുക തന്നെ ചെയ്യും എന്ന് ഉറപ്പുണ്ട്. അതുമാത്രമേ ഉള്ളൂ എൻ്റെ ഒരു പ്രതീക്ഷ. ഋഷ്യശൃംഗനാണ് യാഗം ചെയ്യുന്നത്, ഋഷ്യശൃംഗനാണ് മുഖ്യ കാർമ്മികനായിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. എന്നിട്ട് തതസാധ്വിധി തദ്വാക്യം ബ്രാഹ്മണ പ്രത്യപൂജയൻ, ആ ഒരു പ്രതീക്ഷ അതുപോലെ ബ്രാഹ്മണരോടുള്ള ബഹുമാനമൊക്കെ പ്രകടിപ്പിച്ചപ്പോൾ അവിടെ കൂടിയിരുന്ന എല്ലാ ബ്രാഹ്മണരും സാധു വളരെ നന്നായി ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ തോന്നിയതിൽ അഭിനന്ദിച്ചുകൊണ്ട് കുറേ വാക്കുകൾ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഈ 10 ശ്ലോകങ്ങൾ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ആവർത്തനങ്ങൾ മാത്രമേ ഉള്ളൂ, പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. തതഃകാലേ ബഹുതിഥേ കസ്മിംശ്ചിത് സുമനോഹരേ വസന്തേ സമനുപ്രാപ്തേ രാജ്ഞോ യഷ്ടും മനോഭവത് തതഃ പ്രണമ്യ ശിരസാ തം വിപ്രം ദേവവർണിനം യജ്ഞായ വരയാമാസ സന്താനാർത്ഥം കുലസ്യ ച തഥേതി ച രാജാനമുവാച വസുധാധിപം സംഭാരാ സംഭ്രിയന്താം തേ തുരഗശ്ച വിമുച്യതാം സരയ്വാശ്ചോത്തരേ തീരെ യജ്ഞഭൂമിർവിധീയതാം തതോ ബ്രവീന്ദ്രപോ വാക്യം ബ്രാഹ്മണാൻ വേദപാരകാൻ സുമന്ത്രാവാഹയ ക്ഷിപ്രമൃത്യുജോ ബ്രഹ്മവാദിന സുയജ്ഞം വാമദേവം ച ജാബാലിമഥ കാശ്യപം പുരോഹിതം വസിഷ്ഠം ച യോജാന്യേ ദ്വിജസത്തമാ തതഃ സുമന്ത്രസ്ത്വരിതം ഗത്വാ ത്വരിത വിക്രമ സമാനയത് സതാൻ സർവാൻ സമസ്താൻ വേദപാരകാൻ താൻ പൂജയിത്വാ ധർമാത്മാ രാജാ ദശരഥസ്തദാ ധർമാർത്ഥസഹിതം യുക്തം ശ്ലക്ഷ്ണം വചനമബ്രവീത് മമ താദപ്യമാനസ്യ പുത്രാർത്ഥം നാസ്തി വൈ സുഖം. പുത്രാർത്ഥം ഹയമേധേന യക്ഷ്യാമീതി മതിർമമ തദഹം യഷ്ടുമിച്ഛാമി ഹയമേധേന കർമ്മണ ഋഷിപുത്രപ്രഭാവേണ കാമാൻ പ്രാപ്സ്യാമി ചാപ്യഹം തതസാധ്വിധി തദ്വാക്യം ബ്രാഹ്മണ പ്രത്യപൂജയൻ. ശ്ലോകങ്ങളെല്ലാം തന്നെ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.